ലീനയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ റീത്ത ജയിലിലേക്ക്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ ഇനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എൽസമ്മയ്ക്കും റീത്തയ്ക്കും വേണ്ടി അവർ നിയോഗിച്ച വികാരി അച്ഛനാണെങ്കിൽ സ്റ്റാലിനെ കണ്ട് സംസാരിക്കാനായിട്ട് വരികയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വികാരി അച്ഛനാണെങ്കിൽ സ്റ്റാലിനോട് അധികം വളച്ചു കിട്ടില്ലാതെ വന്ന കാര്യം പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അച്ഛാ, അവൾ എൻ്റെ മകളാണ്, അവളെ ഞാൻ പുറത്താക്കണമെന്ന് അച്ഛൻ എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. ഇതേ സമയം സ്റ്റാൻലി, അവളെ പുറത്താക്കാനോ ഓടിച്ചു വിടാനോ അല്ല ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഒരു ഭാര്യയും മക്കളുമുണ്ട് എന്ന് ആലോചിക്കണമായിരുന്നു, അവരോട് ഒന്ന് പറയണമായിരുന്നു എന്ന് പറയുമ്പോൾ, ഏത് ഭാര്യ, ഏത് മക്കൾ? തന്നെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു നോക്കാത്ത മക്കൾ, തന്നെ പണത്തിന് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു ഭാര്യ എന്ന് പറയുന്നു. ഇവരോടാണോ ഞാൻ അനുവാദം ചോദിക്കേണ്ടത്? പണം ചെന്നില്ലെങ്കിൽ മാത്രം വിളിക്കുന്നൊരു ഭാര്യ എന്ന് പറയുന്നു. പിന്നെ എന്തിനും ഏതിനും പ്രശ്നമുണ്ടാക്കാനായിട്ട് ഒരു റീത്ത. അവർക്ക് വേണ്ടത് പണവും എൻ്റെ സ്വത്തുക്കളുമാണ്. അവർക്ക് എൻ്റെ മക്കളെ ഭരിക്കണം, അവർക്ക് എൻ്റെ ഭാര്യയെ ഭരിക്കണം. എന്നെ ഭരിക്കാൻ നടക്കാത്തത് കൊണ്ട് തന്നെ അവരെ എന്നിൽ നിന്നും അടർത്തി കൊണ്ടുപോയി. അതിൽ ഞാനൊരു തെറ്റോ കുറച്ചിലോ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നിൽ നിന്നും പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ പോയത്. അതിനിപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സ്റ്റാൻലി. തുടർന്നാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇപ്പോൾ തൻ്റെ ഈ മകള് തന്നെ സ്നേഹിക്കുകയും താൻ അവളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അച്ഛനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ, അതെന്താ സ്റ്റാൻലി നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് പ്രശ്നമാണ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അച്ചോ, എനിക്ക് ഈ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനവുമില്ല, അഭിപ്രായവുമില്ല. എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് അതൊരു തീർച്ച തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആര് വിചാരിച്ചാലും എന്ത് വിചാരിച്ചാലും എങ്ങനെ വിചാരിച്ചാലും അവളെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ ചോദിക്കുകയാണ്, നീ ഇത് അന്തിമമായിട്ട് പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അന്തിമമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണെന്ന് കാണാം. തുടർന്ന് സ്റ്റാലിൻ പറഞ്ഞ അതേ കാര്യങ്ങൾ റീത്തയോട് പറയുകയാണ്. റീത്തയാണെങ്കിൽ എൽസമ്മയെയും കൊണ്ട് സ്റ്റാലിനോട് അലീനയെ വെട്ടാൻ വരികയാണ് എന്ന് കാണാം. അതായത് അപ്പോഴേക്കും വചന പ്രഘോഷണ ക്യാമ്പൊക്കെ തീർന്ന് നമ്മുടെ എൽസമ്മ വരികയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ വഴി തന്നെ നേരെ സ്റ്റാലിൻ്റെ മുൻപിലേക്ക് എൽസമ്മയെയും കൊണ്ട് റീത്ത വന്നെത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തുടർന്ന് എൽസമ്മയും നമ്മുടെ റീത്തയും കൂടി സ്റ്റാലിനെ പൊരിക്കാൻ തുടങ്ങുകയാണ് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും തന്നെ സംഭവിക്കുകയില്ല, മാറുകയുമില്ല. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മകള് എൻ്റെ വീട്ടിൽ നിൽക്കും. പിന്നെ പണത്തോട് മാത്രം സ്നേഹമുള്ളവർ എന്ത് പറഞ്ഞാലും എന്തു ചെയ്താലും എനിക്കൊരു വിഷയമില്ല എന്ന് പറയുന്നു. സ്റ്റാൻലി, ഞങ്ങളൊരു മാധ്യമ ചർച്ചയ്ക്കാണ് വന്നത്.
നിങ്ങൾ ഈ രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ റീതാമേ, എന്ത് യുദ്ധം വന്നാലും എന്ത് പ്രശ്നം വന്നാലും എൻ്റെ മകളെ എന്തായാലും ഞാൻ ഒഴിവാക്കില്ല, കൈവിടില്ല എന്ന് പറയുന്നു. കൂടാതെ ഇവരറിയാതെ നിങ്ങൾ ചെയ്ത ചതികളൊക്കെ ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഉള്ളിൽ തന്നെ കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ എന്തു ചെയ്തെന്നാ നീ വൃത്തികെട്ടവനാണെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയതും ഇവരെ നിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയതോ? അതാണോ ഇത്ര ചതി എന്ന് ചോദിക്കുകയാണ് റീത്ത. ഇതേ സമയം അലീന അവിടേക്ക് കടന്നു വരുന്നു. തുടർന്ന് പൗലോസിനെ ചോദ്യം ചെയ്തതിലൂടെ അലീനയും സ്റ്റാലിയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റീത്ത പൗലോസിൻ്റെ സഹായത്തോടെ ഒരുപാട് പണം നേടിയിട്ടുണ്ടെന്ന്. ആ തെളിവ് സഹിതം പൗലോസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാം പുറത്ത് കൊണ്ടുവരികയാണ് അലീന എന്ന് കാണാം. കൂടാതെ ഒരുപാട് പണം സ്റ്റാലിൻ്റെ പക്കൽ നിന്നും വേടിച്ചതും ആര്, അലീനയും സ്റ്റാലിനും തെളിവ് സഹിതം എൽസമ്മയോട് പറയുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ ടെസയുടെ ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പണം കൊടുത്ത കാഴ്ചയും കാര്യവും പറയുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ ഞെട്ടുന്നുണ്ട്. ചേച്ചി, ഈ സ്റ്റാലിന് 1 രൂപ പോലും തന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, കണ്ടില്ലേ, നിന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാനായിട്ട് പിന്നെയും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണിവർ. എന്തായാലും ഇവരിനി നിൻ്റെ കൂടെ ഇപ്പോൾ വരില്ല. ഞാൻ എന്തായാലും പോലീസിനെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ജോലിക്കാരൻ മുഖേന ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നും ആ ലക്ഷങ്ങൾക്ക് കണക്ക് പറയാതെ ഇവരെ വിടില്ല എന്നും സ്റ്റാൻലി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഒടുവിൽ സ്റ്റാൻലി പറഞ്ഞ് നാവെടുക്കാതെ പോലീസ് വന്നെത്തുകയാണ്. ഒടുവിൽ അലീന പറയുന്നുണ്ട്, ഇതാണ് തൻ്റെ പപ്പയിൽ നിന്നും പണം തട്ടിയെടുത്ത സ്ത്രീ എന്ന് പറഞ്ഞ് പോലീസിന് മുൻപിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒടുവിൽ അവരാണെങ്കിൽ നമ്മുടെ റീത്തയെ പിടികൂടി കൊണ്ടുപോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നീ ചെന്ന് നിൻ്റെ സഹോദരിയെ ഇറക്കാൻ നോക്ക്, അത്രയും ക്രൂരയായ ദുഷ്ടയായ സഹോദരിയെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ആണെങ്കിൽ എൽസമ്മയെയും പിടിച്ച് പുറത്താക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പറയുന്ന റിവ്യൂ അതുപോലെ തന്നെയാണ് വരുന്നത് പ്രേക്ഷകരെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.